അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്ക് സുഖന്നല്ലേ? പിന്നെന്ത് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു, എനക്കും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എനക്ക് ഒരു ഹെൽത്തുനിന്ന് ഒരു ഓർഡർ കിട്ടീനി. അന്ന് ബിരിയാണി കൊണ്ടുപോയില്ല, അവരെന്നെ ഓർഡർ തന്നിനി കുറച്ച് നെയ്പ്പത്തലും ചിക്കൻ കറിയും കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു. തേങ്ങ വറുക്കിട്ട് ചട്ടി ഒന്ന് ചൂടാവട്ടെ. തേങ്ങ വറുക്കുക. അങ്ങനെ ഞങ്ങൾ ചട്ടി ചൂടായി തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. നന്നായി തേങ്ങ വറുക്കിട്ട് എന്നിട്ട് കാട്ടിക്കും. ഇതിലേക്ക് ഞാൻ കറിവേപ്പ് ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, അതും കൂടി നന്നായി ഒന്നിത് വറുക്കണം. വറുത്തതിൻ്റെ ശേഷം കാണാൻ നമുക്ക് അങ്ങനെ നന്നായി ഇത് പൊരിഞ്ഞ് അങ്ങനെ നമുക്കിനി അരച്ചിട്ട് കാട്ടിക്കാം. നമ്മൾ തേങ്ങ വറുത്തത് ഇട്ടിട്ടുണ്ട്, ഞാൻ അരച്ചെടുക്കാം. അങ്ങനെ വറുത്ത തേങ്ങ വെള്ളം കൂട്ടാതെ ഇതാ പൊടിച്ചെടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂട്ടുന്നുണ്ട്. നന്നായി ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ചിക്കൻ അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ നീരുള്ളി ഇട്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ഇനി നമുക്ക് പൊടികളെല്ലാം ഇടാം. ചിക്കൻ തീ വെക്കാൻ വേണ്ടിയിട്ട് ഇതാ 8 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. നന്നായി ഒന്ന് തിരുമ്പിയിട്ട് അടുപ്പത്ത് വെക്കാൻ പറ്റും. 12 മണിയാകുമ്പോഴേക്ക് നമുക്ക് ഇത് അടത്തിക്കണം. നെയ്പ്പത്തലും കറിയും അങ്ങനെ നമ്മൾ അടച്ചു വെക്കുന്നുണ്ട്. ഇതിന് വേവിട്ട് അങ്ങനെ നമ്മൾ വറുത്തരച്ച തേങ്ങ ഞാൻ ചിക്കൻ വെന്ത് അതിലേക്ക് ഞാൻ കൂട്ടുന്നുണ്ട്. നന്നായി ഇളക്കാം. മൂടി വെക്കാം, തിളക്കട്ടെ. ചെറിയ ഉള്ളിയും കറിവേപ്പും നന്നായി വറുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ചെയ്യാം. പൊരിഞ്ഞത് ഇതാ ഞാൻ കറിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇവിടെ കാച്ചിപ്പോരുന്നു. അടച്ചു വെക്കാം. നമ്മുടെ കറി നല്ല വറുത്തരച്ച നല്ല ചിക്കൻ കറി ഇതൊക്കെ റെഡിയായി. വറുത്തരച്ച കറിയാണ് നമ്മുടെ നെയ്പ്പത്തൽ. ഇതാ ഞാൻ ഇടുന്ന എണ്ണ കാഞ്ഞിനൊന്നും പറയാൻ കഴിയില്ല, കാഞ്ഞിന് തോന്നും. അങ്ങനെ നമ്മളെ നെയ്പ്പത്തൽ ഇതാ മറിച്ചിടാൻ പോകുന്നു. ഞാൻ മറിച്ച് വെട്ട് പൊരിട്ട് സൂപ്പർ. നമ്മുടെ നെയ്പ്പത്തൽ അങ്ങനെ റെഡിയായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതാ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് കൊണ്ടു കൊടുത്തിട്ട് വരാം. ഇന്ന് ഞാൻ വൈകുന്നേരത്തെ ഒരു 4 മണി പലഹാരം ഒന്ന് ആക്കുന്നുണ്ട്. ചായൻ്റെ വെല്ലവും തേങ്ങയിലും വെച്ചിട്ട് അരിപ്പൊടി കൊണ്ടാന്ന്. അത് നമുക്ക് തുടങ്ങാം. കായിട്ട് ഞാൻ 1 സ്പൂണ് പശു നെയ്യ് ഇടുന്നുണ്ട്. 1 സ്പൂണ് നന്നായി അത് ഉരുകട്ടെ. ഇതിലേക്ക് ഞാൻ 1 മുറി തേങ്ങ ഇടുന്നുണ്ട്. 1 മുറി തേങ്ങ നന്നായി
ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായി ഉരുക്കി അരിച്ച് വെച്ച വെള്ളം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. നന്നായി ഒന്ന് ഇത് ഇളക്കണം. അതിലേക്ക് 1 സ്പൂണ് ഏലക്കപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. 1 സ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് നന്നായി ഒന്ന് ഇത് ഇളക്കാം. അതിലേക്ക് ഞാൻ വറുത്ത് വെച്ച അരിപ്പൊടി 2 സ്പൂണ് ഞാൻ ഇടുന്നുണ്ട്. വറുത്ത് വെച്ച അരിപ്പൊടി. നന്നായി ഇളക്കി കുറച്ച് വെള്ളമൊഴിക്കുക വെള്ളം ബാക്കിയുണ്ടായിന് അതും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. നന്നായി കുഴച്ചെടുക്കണം. കുഴച്ചിട്ട് ഉള്ളിയാക്കിയിട്ട് എടുക്കണം. നമുക്ക് കുഴച്ചതിന് ശേഷം കാണാം. ഇങ്ങനെ നന്നായി ഇത് ഉണ്ടയാക്കി പിന്നെ നമുക്ക് ചെറുതായിട്ട് ബോളാക്കണം. ഇങ്ങനെ നല്ല ഉരുട്ടിയിട്ട് നല്ല ഇങ്ങനെ ആക്കി വെക്കണം. നമ്മ നമുക്കിത് ആക്കിയതിന് ശേഷം കാണാം. ഉണ്ടാക്കിയിട്ടെല്ലാം വെച്ച് നമുക്ക് ഇനി എണ്ണയിലിടുന്നത് കാണാം. അങ്ങനെ നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്തിടാം. അങ്ങനെ നമ്മളെ അപ്പം 4 മണി പലഹാരം റെഡിയായി. ഇതാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് അരിപ്പൊടിയും 2 കഷ്ണം വെല്ലം, ലേശം ഏലക്കായ്പൊടി, 1 സ്പൂണ് പശുനെയ്യ്, അത്രേ നമുക്ക് ഈ 4 മണി പലഹാരത്തിന് വേണ്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. തിന്നിട്ട് കമൻറ്റ് പറയണം രസമുണ്ടോ ഇല്ലയോ. ഇതാ 4 മണി പലഹാരം ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം. ഒന്ന് ഞാൻ തിന്ന് നോക്കട്ട്. ഇതാ എന്താ സ്പോഞ്ച് പോലെയുണ്ട്. എല്ലാവരും ചുട്ടു നോക്കണം. തിന്നിട്ടായിട്ട് കമൻറ്റ് ഇടണം. പിന്നെ എൻ്റെ വീഡിയോ കാണണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. ലൈക്ക് ഇടാൻ മറക്കരുത് വീഡിയോ കാണുമ്പോൾ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.